മിറാഷ്. കൂമന് ശേഷം ജിത്തു ജോസഫ്, ആസിഫ് അലി ടീം ഒന്നിക്കുന്ന ത്രില്ലർ സിനിമയാണ് മിറാഷ്. ഒരു മാൻ മിസ്സിംഗ് സംഭവവും ഒരു ട്രെയിൻ ആക്സിഡൻറ്റും ചേർത്തുകൊണ്ടാണ് സിനിമ കഥ പറയുവാൻ തുടങ്ങുന്നത്. അങ്ങനെ കഥയിലേക്ക് അപർണ ബാലമുരളിയും കൂട്ടുകാരിയായി ഹന്നയും എത്തുന്നു. കോയമ്പത്തൂരിൽ ആണ് മെയിൻ ആയും സിനിമയുടെ കഥ നടക്കുന്നത്. അവിടുത്തെ ഒരു ലോക്കൽ ഓൺലൈൻ ന്യൂസ് റിപ്പോർട്ടറായി ആണ് ആസിഫ് അലിയുടെ അശ്വിൻ എന്ന കഥാപാത്രം സിനിമയിലേക്ക് എത്തുന്നത്. തൻ്റെ കാമുകനെ അപ്രതീക്ഷിതമായി കാണാതാവുന്ന വേളയിൽ അപർണയുടെ സഹായത്തിനും അതുപോലെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ന്യൂസ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയും ആസിഫിൻ്റെ കഥാപാത്രം നിൽക്കുന്നു. അപർണയുടെ കാമുകനായി ഹക്കീം ഷാജഹാൻ ത്രൂ ഔട്ടായി സിനിമയിൽ ഉണ്ട്. അയാളുടെയും അപർണയുടെയും പിന്നിലെ നിഗൂഢതകൾ ചെറുതായി നീക്കിക്കൊണ്ടാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. സമ്പത്ത് ഒരു SP ആയി സിനിമയിൽ ഉടനീളം ഉണ്ട്. മൊത്തത്തിൽ കൂമൻ പോലെയോ ദൃശ്യം പോലെയോ അല്ല മിറാഷിൻ്റെ ഒരു ശൈലി എന്ന് തന്നെ പറയാം. മറ്റൊരു ട്രാക്കിലാണ് സിനിമ കഥ പറഞ്ഞു പോകുന്നത്. വളരെ പതിയെ നീങ്ങുന്ന തരത്തിൽ ആണ് സിനിമയുടെ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ നമുക്ക് ഊഹിക്കുവാൻ പറ്റുന്ന ട്വിസ്റ്റുകൾ തന്നെയാണ് വരുന്നത്. പക്ഷേ ആ ട്വിസ്റ്റ് പ്രേക്ഷകനോട് പറയാൻ സിനിമ കുറേ സമയം എടുക്കുന്നതായി തോന്നി. അപ്പോഴേക്കും പടം കാണുന്നവൻ ഇത് ചിന്തിച്ച് കാണും. പ്രത്യേകിച്ച് ഇൻ്റർവെൽ ബ്ലോക്കിൽ വരുന്ന സസ്പെൻസൊക്കെ. അപർണയുടെ കഥാപാത്രം തന്നെ ഒരുപാട് സത്യങ്ങളും നുണകളും ഇടയ്ക്കിടയ്ക്ക് മാറ്റിപ്പറയുകയും അവസാനത്തേക്ക് എത്തുമ്പോൾ പോലീസുകാരൻ തന്നെ അപർണ ആരാണ് എന്ന് പറയുകയും ചെയ്യുന്നതും. ആസിഫ് അലി എന്തിന് ഈ വേഷം ചെയ്തു എന്ന് പ്രേക്ഷകർക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാം. പക്ഷേ ആസിഫ് എന്തിനാണ് ഈ റോളിലേക്ക് വന്നത് എന്നുള്ളതിൻ്റെ ഉത്തരം സിനിമ പറയുന്നത് ഏകദേശം അവസാനത്തെ 6 മിനിറ്റിൽ ആണ്. അവിടെ അവതരിപ്പിക്കുന്ന സസ്പെൻസിലും പ്രേക്ഷകന് ചെറിയ ഒരു തരിപ്പ് ഉണ്ടാകാം എങ്കിലും വലിയ ഞെട്ടൽ ഫാക്ടറൊന്നും വരാൻ ചാൻസ് ഇല്ല. ആസിഫ് അലിക്ക് സ്മൂത്തായി ചെയ്യാൻ കഴിയുന്ന വേഷം നല്ല രീതിയിൽ തന്നെ അദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട്. അപർണയുടെ വേഷവും നന്നായി. സമ്പത്തിൻ്റെ പോലീസ് വേഷം അദ്ദേഹം കിടിലനായി തന്നെ ചെയ്തു. കുറച്ചു നാളുകൾക്ക് ശേഷമാണ് സമ്പത്തിൻ്റെ ഒരു ഡിസിപ്ലിൻഡായുള്ള കഥാപാത്രത്തെ കാണുന്നത്. ഹക്കീം ഷാജഹാനും തനിക്ക് കിട്ടിയ വേഷം ഭംഗിയായി തന്നെ ചെയ്തു. ദീപക് പറമ്പോലും ശ്രദ്ധേയമായ റോളിൽ സിനിമയിൽ ഉണ്ടായിരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ ചെറിയ രീതിയിൽ എൻഗേജ്ഡ് ആക്കിക്കൊണ്ട് കഥ പറഞ്ഞു പോകുന്ന ഒരു ശരാശരി രേഖയിൽ നിൽക്കുന്ന ത്രില്ലർ പടം ആകുന്നു മിറാഷ്. കൂമൻ്റെ ലെവലിൽ ഉള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഈ പടം തന്നില്ല എന്നാണ് പേഴ്സണലി തോന്നിയത്. തരക്കേടില്ല എന്നൊക്കെ പറയാം.